ശബരിമലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹിന്ദു ഐക്യവേദിയുടെ പ്രതിഷേധം ഇന്ന് ആരംഭിക്കും. ദേവസ്വം ബോർഡ് രാജിവെക്കുക, ശബരിമല അഴിമതി CBI അന്വേഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം. ക്ഷേത്രങ്ങളിൽ നടക്കുന്ന നാമജപ പ്രതിഷേധത്തിൽ ഹൈന്ദവ സാമുദായിക സംഘടനകൾ പങ്കെടുക്കും. ഇന്നു മുതൽ ഞായറാഴ്ച വരെയാണ് നാമജപ പ്രതിഷേധം നടക്കുക. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. പ്രശാന്ത്, അതിശക്തമായ പ്രതിഷേധം ഹൈന്ദവ വിശ്വാസികളിൽ നിന്ന് ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്ന് നാമജപ പ്രതിഷേധം ആരംഭിക്കുന്നു. എന്തൊക്കെ വിവരങ്ങളാണ് പ്രശാന്ത് പങ്കുവയ്ക്കാനുള്ളത്? രാഖി, ഒരിക്കൽ കൂടി ശക്തമായ പ്രതിഷേധത്തിന് സംസ്ഥാനം തയ്യാറെടുക്കുകയാണ്. ശക്തമായ നാമജപ പ്രതിഷേധത്തിനാണ് സംസ്ഥാനം തയ്യാറെടുക്കുന്നത്. സംസ്ഥാന വ്യാപകമായി എല്ലാ ക്ഷേത്രങ്ങളിലടക്കം നാമജപ പ്രതിഷേധം ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ നടക്കും. അതിനുള്ള തയ്യാറെടുപ്പുകളാണ്. ഇന്നു മുതൽ അത് ആരംഭിക്കുകയും ചെയ്യും. ഈ വരുന്ന ഞായറാഴ്ച വരെയാണ് നാമജപ പ്രതിഷേധം നടക്കുന്നത്. നമുക്കറിയാം, ശബരിമലയെ തകർക്കുന്ന രീതിയിലുള്ള സമീപനങ്ങളാണ് സംസ്ഥാന സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും ഭാഗത്തുണ്ടാകുന്ന. സ്വർണ്ണപ്പാളികൾ തന്നെ മോഷ്ടിച്ച് കടത്തുന്ന രീതിയിലേക്കുള്ള നിലയിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല, ശബരിമലയെ തന്നെ തച്ചു തകർക്കുക എന്ന ലക്ഷ്യം ഇതിന് പിന്നിലുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ദേവസ്വം ബോർഡ് അടക്കം പ്രസിഡന്റ് അടക്കം രാജിവെക്കുക. അതോടൊപ്പം തന്നെ നിരവധി ആവശ്യങ്ങൾ കൂടി ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുന്നത്. സംസ്ഥാന വ്യാപകമായി തന്നെ നാമജപ പ്രതിഷേധം നടത്തിക്കൊണ്ട്, അതായത് വിവിധ ക്ഷേത്രങ്ങളിലും ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങൾക്ക് മുന്നിലും അല്ലാതെയും നഗരങ്ങളിലും അടക്കം വിവിധ സ്ഥലങ്ങളിൽ നാമജപ പ്രതിഷേധങ്ങൾ നടത്തിക്കൊണ്ടാണ് പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഹിന്ദു ഐക്യവേദി തയ്യാറെടുക്കുന്നത്. നമുക്കറിയാം, നേരത്തെ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വ്യാപകമായി നാമജപ പ്രതിഷേധം നടത്തിയിരുന്നു. ആ നാമജപ പ്രതിഷേധം ഫലം കാണുകയും ചെയ്തു. സംസ്ഥാനത്ത് അതിനുശേഷം വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പടക്കം CPM നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷം മുന്നണി വലിയ രീതിയിൽ പരാജയം അനുഭവിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും അതിന് സമാനമായി തന്നെ രീതിയിൽ ശക്തമായ രീതിയിൽ ഈ വിഷയത്തിൽ പ്രതിഷേധിക്കുവാൻ ഹിന്ദു ഐക്യവേദി തയ്യാറെടുക്കുകയാണ്. CBI അടക്കം അന്വേഷിക്കണം. കേസിൻ്റെ ഗൗരവം വലിയ രീതിയിലുള്ള ഗൗരവമാണ് ഈ വിഷയത്തിലുള്ളത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി അടക്കം മോഷ്ടിക്കുന്ന നിലയിലേക്ക് എത്തുന്നു. അതിനെ ന്യായീകരിക്കുന്നൊരു സമീപനമാണ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് സ്വീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ സർക്കാർ ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രതിഷേധം ശക്തമാക്കാൻ ഹിന്ദു ഐക്യവേദി തയ്യാറെടുക്കുന്നത്. ഇന്നു മുതൽ പ്രതിഷേധം ആരംഭിക്കും. ഞായറാഴ്ച വരെയാണ് പ്രതിഷേധം നടക്കുക. അതായത് ഇന്നു മുതൽ ഞായറാഴ്ച വരെ 7 ദിവസം ഒരാഴ്ചക്കാലം സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിക്കാൻ തന്നെയാണ് ഹിന്ദു ഐക്യവേദി തയ്യാറെടുക്കുകയും ചെയ്തത്. സംസ്ഥാന വ്യാപകമായി എല്ലാ ക്ഷേത്രങ്ങളിലും അതോടൊപ്പം തന്നെ തെരുവുകളിലടക്കം നാമജപവുമായി ഹിന്ദു ഐക്യവേദി മുന്നോട്ട് വരും. രാഖി.